ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ലോട്ടറിയുടെ 19/6/2025 കാരുണ്യ പ്ലസ് KN 577 ഗസിങ് നമ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് മുമ്പ് നമ്മൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ആ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് നോക്കുക. എങ്കിലും നമ്മളിടുന്ന വീഡിയോസ് എല്ലാം ഡെയിലി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. നമ്മൾ 90-95% വിന്നിങ് ചാൻസ് ഓൾ ബോർഡ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അറിയാൻ പറ്റും, നമ്മൾ കണ്ടിന്യൂസ് വിന്നിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 18/6/2025 റിസൾട്ട് നോക്കാം. DS 22-20-80 എന്നായിരുന്നു റിസൾട്ട് വന്നിരുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡബിൾ നമ്പർ ചാടാൻ സാധ്യതയുണ്ട്. നമ്മൾ ഓൾ ബോർഡ് കൊടുത്തിട്ട് 3 0 ആയിരുന്നു. അതിൽ 0 പാസ്സായിട്ടുണ്ട്. ഡബിൾ നമ്പർ ചാടുമെന്നാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നത്. നമ്മളതിന് 00 ഇവിടെ കൊടുത്തിരുന്നു, 300 കൊടുത്തിരുന്നു. എല്ലാം മിസ്സായിട്ടുണ്ട്. 050 നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഏകദേശം അതിൻ്റെ അടുത്തുകൂടെ വന്നിട്ടുണ്ട്. നമ്മൾ 8 വരേണ്ടത് 3 പകരം, പക്ഷേ നമുക്ക് കിട്ടിയത് 3 പക്ഷേ 8 നിർഭാഗ്യവശാൽ 8 വന്നു. 8 നമുക്ക് കറക്റ്റ് കിട്ടിയിരുന്നതിന് 2 ബോർഡും പാസ്സായാണ്. അതുപോലെ തന്നെ A ബോർഡ് നമുക്ക് പാസ്സായിട്ടുണ്ട് 0, ഓൾ ബോർഡ് 0 പാസ്സായിട്ടുണ്ട്, A ബോർഡ് 0 പാസ്സായിട്ടുണ്ട്. 050 വരെ വന്നിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് മിസ്സായി പോയിട്ടുണ്ട്. കുഴപ്പമില്ല. നമുക്ക് 19/6/2025 കാരുണ്യ പ്ലസിൻ്റെ ഗസിങ് നോക്കാം. നമ്മളെന്നും പറഞ്ഞ പോലെ തന്നെ വിന്നിങ് റിസൾട്ടിൻ്റെ ആദ്യത്തെ 2 നമ്പർ പ്ലസ് ചെയ്തിട്ടാണ് നമ്മൾ A ബോർഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. 2 + 2 4, 2 + 0 2, 8 + 0 8. ഇങ്ങനെയാണ് നമുക്ക് A ബോർഡ് കിട്ടിയിരിക്കുന്നത്. B ബോർഡിലോട്ട് വരികയാണെങ്കിൽ 2 + 0 2, 2 + 8 10, 2 + 0 2. ഇങ്ങനെയാണ് നമുക്ക് B ബോർഡ് കിട്ടിയിരിക്കുന്നത്. അതായത് വിന്നിങ് റിസൾട്ടിൻ്റെ 2 നമ്പർ കഴിഞ്ഞ് 3ാമത്തെ നമ്പർ വെച്ചിട്ട് പ്ലസ് ചെയ്തിട്ടാണ് നമ്മൾ B ബോർഡ് കാൽക്കുലേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ഈ നമ്പർ കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ C ബോർഡിലോട്ട് വരികയാണെങ്കിൽ വിന്നിങ് റിസൾട്ടിൻ്റെ ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ, കാരുണ്യയുടെ ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പറും കൂടെ പ്ലസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ C ബോർഡ് എടുത്തിരിക്കുന്നത്. 0 + 5 7, 8 + 7 15, 0 + 7 7. ഇങ്ങനെയാണ് നമുക്ക് C ബോർഡ് കിട്ടിയിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ A ബോർഡ്, B ബോർഡ്, C ബോർഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് നോക്കുമ്പോൾ A ബോർഡിൽ 4 2 7, B ബോർഡിൽ 2 0 5, C ബോർഡിൽ 8 2 7. ഇങ്ങനെയാണ് നമുക്ക് A ബോർഡ്, B ബോർഡ്, C ബോർഡ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ നിന്നും നമ്മൾ 5 നമ്പർ വീതം AB BC AC ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ABയിൽ നോക്കുവാണെങ്കിൽ 5 നമ്പർ നമ്മൾ എടുത്തിരിക്കുന്നത് 42 20 75 70 40. ഇങ്ങനെയാണ് നമുക്ക് AB കിട്ടിയിരിക്കുന്നത്. ABയിൽ 5 നമ്പറാണ് നമ്മൾ ഗസ് ചെയ്തെടുത്തിരിക്കുന്നത്. BCയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് 28 02 57 08 22. ഇങ്ങനെയാണ് നമുക്ക് BC കിട്ടിയിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ 5 നമ്പർ, ഇതും 5 നമ്പറുണ്ട്. ACയിലോട്ട് വരുവാണെങ്കിൽ ACയിൽ നമ്മളെടുത്തിരിക്കുന്നത് 48 22 77 72 47. ഇങ്ങനെയാണ് നമുക്ക് AC കിട്ടിയിരിക്കുന്നത്. അങ്ങനെ AB BC AC 5 നമ്പർ വീതമാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ 8 നമ്പർ ABC ഡയറക്റ്റ് നമ്പർ എടുത്തിട്ടുണ്ട്. 8 നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ നമ്പർ നോക്കുകയാണെങ്കിൽ 428 202 757 702 407 627 782 527. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്നലെ 18/6/2025 ഡബിൾ അടിച്ചതുകൊണ്ട് 19 ഡബിൾ അടിക്കാൻ സാധ്യതയില്ല. സിംഗിൾ നമ്പർ തന്നെ ആയിരിക്കും വീഴാൻ സാധ്യത ഉള്ളത്. ഇതിനു മുമ്പ് നമ്മൾ കൊടുത്തിരുന്നത് നമ്പർ ഒരു ദിവസം മുന്നേ കൊടുത്തിരുന്നത് 17-ാം തീയതി വന്നിരുന്നത് 927 ആയിരുന്നു. അതിന് മുമ്പ് 727 വന്നിട്ടുണ്ട്. അങ്ങനെ വരെ നോക്കുവാണെങ്കിൽ ഒരു 27 ചാടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ 627 527 827 കൊടുത്തിട്ടുണ്ട്. ഓൾ ബോർഡ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് വീണ്ടും 2 ഒട്ടിയിരിക്കുന്നത്. 2
7 രണ്ടുമാണ് നമുക്ക് ഓൾ ബോർഡായിട്ട് കിട്ടിയിരിക്കുന്നത്. ഒരു 95% വിന്നിങ് ചാൻസുള്ള നമ്പറാണിത്. അപ്പം എല്ലാവർക്കും നല്ലൊരു വിന്നിങ് ആശംസിക്കുന്നു. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.